തേർഡ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റേൺ പെനിൻസുലയാണ്. ഇറാൻ റെജീമിൻ്റെ ഉള്ളിൽ തന്നെ ഇറാൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആൾക്കാർ തന്നെ അവർക്ക് അഗെയിൻസ്റ്റ് ആണ്. യു എസിന് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല, പക്ഷേ ഇസ്രായേൽ അഡമൻ്റാണ്. ഇതിലും നല്ലൊരു സിറ്റുവേഷൻ ഇനി വരാനില്ല എന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ഹൈപ്പോത്തസിസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹൈപ്പോത്തസിസ് പറയുന്നത് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൽ വെനിൻസുവേലയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇറാൻ. ഹോർമോസ് സ്ട്രെയ്റ്റിലൂടെ 60% എണ്ണ വ്യാപാരം നടക്കുന്നുണ്ട്. സോ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെയും ആ ഒരു ഓയിൽ സുപ്രീമസിയിൽ കണ്ണുണ്ടെന്നും ഡോളർ വീഴാതിരിക്കണമെങ്കിൽ ഓയിൽ അവരുടെ കയ്യിലായിരിക്കണം എന്നുള്ള ഒരു ഐഡിയോളജിയാണ് ലാസ്റ്റ് ഹൈപ്പോത്തസിസ്. നമുക്ക് പറയാൻ പറ്റുക ഇതിലെ മൾട്ടിപ്പിൾ ഹൈപ്പോത്തസിസിൻ്റെ ഒരു കോഗ്ലോമറേറ്റ് കാരണമായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്.